നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മയാമിക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കടക്കണമെങ്കിൽ പാൽമിറാസുമായിട്ടൊരു സമനിലയെങ്കിലും വേണം. തോറ്റാൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകും. കാരണം പോർട്ടോ വേഴ്സസ് അൽ അഹ്ലി മത്സരത്തിലെ വിജയികൾക്ക് 4 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഗോൾ ഡിഫറൻസ് നോക്കേണ്ടി വരും. തോറ്റ പണി കിട്ടും. സമനില പിടിച്ചാൽ പാൽമിറാസിനും ഇന്റർ മയാമിക്കും ഒരുമിച്ച് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അല്ല, ഇന്റർ മയാമി ജയിച്ചാൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം നിലനിർത്തുകയുമാവാം, 1-ാം സ്ഥാനവും കൊണ്ട് കടന്നു പോകുകയുമാവാം. പക്ഷെ അതൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കരുത്തിട്ട ടീമാണ് പാൽമിറാസ് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ലിയോ മെസ്സിയും ജോഡി ആൽബയും. ഇപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹാവിയർ മഷ്റാനോയും. അപ്പോൾ മഷ്റാനോ ഇന്റർ മയാമിയുടെ ആരാധകരോട് പറയുന്നത് ബ്രസീലുകാരും അർജൻറ്റീനക്കാരും ഒക്കെ ആയിട്ടുള്ള കാണികൾ അവരുടെ ടീമിനെ ഏതറ്റം വരെ പോയും സപ്പോർട്ട് ചെയ്യും. പാൽമിറാസിൻ്റെ ആരാധകർ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഗ്രൗണ്ടിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ആരാധകർ, മയാമിയുടെ ആരാധകരും സ്റ്റേഡിയത്തിൽ ഉണ്ടാകണം. വരാൻ പറ്റുന്നവരൊക്കെ വരൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുകയാണ്, ഫാൻസിൻ്റെ കാര്യത്തിൽ പാൽമിറാസ് ബ്രസീലിലെ ബിഗ് ടീമാണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ തമാശ നമ്മൾ മാറ്റിവെക്കുക. ഒരുപാട് ഫാൻസിനെ അവർ സ്റ്റേഡിയത്തിൽ നിറക്കും. സൗത്ത് അമേരിക്കൻ ഫാൻസ്, എസ്പെഷ്യലി അർജൻറ്റീനക്കാരും ബ്രസീലുകാരും അങ്ങനെയാണ്. അവരവരുടെ ടീമിനെ ഭൂമിയുടെ ഏതറ്റം വരെയും പോയി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരുടെ ആരാധകർ എന്തായാലും കളി കാണാനുണ്ടാകും. ഞാൻ അത് തന്നെയാണ് മയാമിക്കാരുടെ കാര്യത്തിലും, പീപ്പിൾ ഓഫ് മയാമിയുടെ കാര്യത്തിലും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ചീർ ചെയ്യാൻ വേണ്ടി അവർ വരണം. എല്ലായ്പ്പോഴും ഫാൻസ് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള റിസൾട്ടുകളിൽ നിന്ന് പോലും ഒരുപക്ഷെ തിരികെ വരാൻ പറ്റും. എല്ലാവരെയും, വരാൻ സാധിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഹാവിയർ മഷ്റാനോ പറഞ്ഞത്. ചുരുക്കത്തിൽ പാൽമിറാസിൻ്റെ ആരാധകർ വലിയ തോതിൽ സ്റ്റേഡിയത്തിലുണ്ടാകും, പാൽമിറാസിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. മറുഭാഗത്ത് ഇന്റർ മയാമിയുടെ ആരാധകരും സപ്പോർട്ട് ചെയ്യാനുണ്ടാകണം എന്ന് കോച്ച് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഗ്രൂപ്പിൽ വിജയിക്കുന്നവർക്ക് ഗ്രൂപ്പ് ബിയിൽ നിന്നുള്ളവരുമായിട്ടാണല്ലോ ഏറ്റുമുട്ടേണ്ടത്. ഗ്രൂപ്പ് ബിയിൽ ബൂട്ടാഫാഗോ 1-ാം സ്ഥാനം പിടിക്കുകയാണെങ്കിൽ PSG അത്ലറ്റിക്കോ മാഡ്രിഡോ 2-ാം സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമതായിട്ട് കയറുന്നവനെ ഒരു പക്ഷേ റൗണ്ട് ഓഫ് 16 കാത്തിരിക്കുന്നത് PSG ആകാം, അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആവാം. കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. അപ്പോൾ 1-ാം സ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഹാവിയർ മഷ്റാനോയുടെ ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു. PSG അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരെയൊക്കെ നേരിടാൻ റെഡിയാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി, 1-ാം സ്ഥാനം എത്തുക എന്നുള്ളത് ഞാൻ അത്ര ചിന്തിക്കുന്നില്ല. ഇനി എത്തിയാലും പ്രശ്നമില്ല. കാരണം ഞാനിപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. 1-ാമത് വരണമെങ്കിൽ നിങ്ങൾ ഈ മത്സരം വിജയിക്കണം. ഞങ്ങളെല്ലാവരും അഗ്രി ചെയ്യുന്നൊരു കാര്യമാണ്, ക്ലബ്ബ് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ടൂർണമെൻറ്റിന് മുമ്പ് ചില ഡൗട്ടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട സമയവുമല്ല. ടൂർണമെൻറ്റിൻ്റെ മിഡിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ 1-ാം സ്ഥാനം കിട്ടുകയാണെങ്കിൽ സന്തോഷമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നുകൂടി ഹാവിയർ മഷ്റാനോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.